ഇന്നത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ സംസ്ഥാനത്ത് 30-ലേറെ ഇടങ്ങളിൽ മണിക്കൂറുകളായി കസ്റ്റംസ് പരിശോധന. നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ തുടങ്ങിയവരുടെ വീടുകളിലാണ് പരിശോധന. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് നടൻ അമിത് ചക്കാലക്കൽ 24-നോട് പറഞ്ഞു. അവർക്ക് ചെക്ക് ചെയ്യാനായിരുന്നു. കാര്യം കുറേ ആൾക്കാർ ഈ ഭൂട്ടാനിൽ അവിടെ നിന്നൊക്കെ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികൾ വല്ലതും പെട്ട വണ്ടിയാണോ ഇതൊന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. കാര്യം ഒരുപാട് ഈ റീസെൻ്റ്ലി കുറേ വണ്ടികൾ വരുന്നുണ്ട്. കാര്യം ഇന്ത്യയിൽ ഇല്ലാത്തതിനേക്കാളും കൂടുതൽ വണ്ടികൾ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് അങ്ങനെ വണ്ടികൾ വാങ്ങിയിട്ടുണ്ട് ഭൂട്ടാനിൽ നിന്ന്? ഇല്ല. ഞാനിവിടെ ഏകദേശം ഞാൻ 5 വർഷത്തേക്കുള്ള വണ്ടി ഉപയോഗിക്കുന്നത്. റൈറ്റ്. കോഴിക്കോട്ടും മലപ്പുറത്തും യൂസ്ഡ് കാർ ഷോറൂമുകളിലും വ്യവസായികളുടെ വീടുകളിലും നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ കസ്റ്റംസിൽ എയർ കാർഗോ കോംപ്ലക്സിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ വസതിയിൽ കസ്റ്റംസും MVDയും നടത്തിയ പരിശോധന പൂർത്തിയായി. പരിശോധനയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വൈകിട്ട് 6:30 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ, ഒപ്പം തന്നെ മിഥില ബാലൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ഇതിലെന്തൊക്കെയാണ് ഈ കാറുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തോ എന്നൊക്കെയുള്ളതിൽ ഇനി വ്യക്തത വരാനുണ്ട് എന്ന് തോന്നുന്നു. അതിലൊക്കെ വിശദമായി തന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ആധാരം എന്നതൊക്കെ കസ്റ്റംസ് വ്യക്തമാക്കും വൈകിട്ട് 6:30 അല്ലേ? അനുജ, അങ്ങനെ തന്നെയാണ്. കാരണം എന്തിനാണ് ഇന്നത്തെ പരിശോധനയിൽ നിന്നും എന്തൊക്കെ ലഭിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നിയമവിരുദ്ധമായ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തമായ ഉത്തരം ഇന്ന് കസ്റ്റംസ് നൽകും. 6 മണിയോടുകൂടിയാണ് കസ്റ്റംസിന്റെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാജ്യവ്യാപകമായി തന്നെ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി തന്നെയാണ് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. പല സംസ്ഥാനങ്ങളിൽ പരിശോധന നടന്നിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ ഏതാണ്ട് 5 ജില്ലകളിലായി വിവിധ ഇടങ്ങളിൽ ഈ പരിശോധന നടന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കൊച്ചിയിലെ ദുൽഖർ സൽമാന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ വീട്ടിലും ഇത്തരത്തിൽ പരിശോധന നടന്നത്. മറ്റ് വ്യവസായ പ്രമുഖരുടെ വീട്ടിലും ഈ പരിശോധന നടന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ദുൽഖർ സൽമാന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ ഗ്യാരേജിലും ഈ പരിശോധന നീണ്ടു. ഏതാണ്ട് മണിക്കൂറുകൾ ഈ പരിശോധന നീണ്ടു. പക്ഷേ മറ്റു കാര്യമായ പിടിച്ചെടുക്കൽ നടപടികളൊന്നും തന്നെ ഇന്നിപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ചില രേഖകളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഇപ്പോഴും കസ്റ്റംസിന് നിലനിൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വരുത്താനായി ഒരുപക്ഷെ നോട്ടീസ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും കസ്റ്റംസ് കടക്കാനാണ് സാധ്യത. പനമ്പള്ളി നഗറിലെ ദുൽഖർ സൽമാന്റെ ഗ്യാരേജിൽ ഇന്ന് വിശദമായി തന്നെ പരിശോധന നടത്തി. വിവിധ സംസ്ഥാനങ്ങളിലുള്ള വാഹനങ്ങളുണ്ട്. അത് മമ്മൂട്ടിയും ദുൽഖറും പണ്ട് മുതലേ ഉപയോഗിച്ച് ഇപ്പോൾ ആ നിലയിൽ ഉപയോഗിക്കാത്ത വാഹനങ്ങൾ, പഴയ വാഹനങ്ങളൊക്കെ തന്നെ അവിടെ ഇപ്പോഴുമുണ്ട്. അത് ബെൻസും അതോടൊപ്പം തന്നെ BMW അടക്കമുള്ള പഴയ വാഹനങ്ങളാണ് ഉള്ളത്. ആ ഒരു വാഹനങ്ങളുടെ രേഖകളടക്കം തന്നെ വിശദമായി തന്നെ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിനുശേഷമാണ് സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇളംകുളത്തെ ദുൽഖർ സൽമാന്റെ വസതിയിലും ഇത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി. അതിൽ നിസാൻ പെട്രോൾ വണ്ടി കേന്ദ്രീകരിച്ചായിരുന്നു ഒരു വിശദമായ പരിശോധന കസ്റ്റംസിന്റെ ഭാഗത്തും ഉണ്ടായത്. വിദേശ രാജ്യത്തും ഇറക്കുമതി ചെയ്ത വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ വഴി നിയമവിരുദ്ധമായി ഇറക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ പരിശോധന തന്നെയാണ് മണിക്കൂറുകൾ നേരം അവിടെ നീണ്ടത്. പക്ഷേ അത്തരത്തിലൊരു വിവരങ്ങളിലേക്ക് എന്തെങ്കിലും കസ്റ്റംസിന് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചില രേഖകൾ സംബന്ധിച്ചിപ്പോഴും ഒരു സംശയം കസ്റ്റംസിന് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരുപക്ഷെ വിശദമായി തന്നെ ഒരു നോട്ടീസ് നൽകാനുള്ള ഒരു നീക്കം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ കസ്റ്റംസ് വ്യക്തമാക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിൽ ഇന്ന് കസ്റ്റംസ് സംഘം എത്തി. പക്ഷേ പൃഥ്വിരാജും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ വാഹനവും അവിടെ ഇല്ലാത്തതെ തുടർന്ന് കസ്റ്റംസ് സംഘം അവിടെ നിന്ന് മടങ്ങി. പ്രധാനമായും ഈ വാഹനവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ ശേഖരിക്കാനാണ് പൃഥ്വിരാജിന്റെ വസതിയിലേക്ക് ഇന്ന് കസ്റ്റംസ് സംഘം എത്തിയത്. തോപ്പുംപടിയിലെ വസതിയിലും ഇത്തരത്തിൽ കസ്റ്റംസ് സംഘം എത്തി. പക്ഷെ അവിടെ നിന്ന് പിന്നീട് അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ നിലയിലാണ് ഇന്ന് കൊച്ചിയിലെ പരിശോധനകൾ നീണ്ടത്. ഇപ്പോൾ അമിത് ചക്കാലക്കലിന്റെ വസതിയിലും സമാനമായി തന്നെ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. പോലീസിന്റെ സഹായം കസ്റ്റംസ് തേടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സഹായം തേടിയെന്ന് സംബന്ധിച്ച് അല്പസമയത്ത് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും ഇത്തരത്തിൽ പരിശോധന ഇപ്പോഴും നീണ്ടു നിൽക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മാത്രമല്ല കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും ഇന്ന് കസ്റ്റംസിന്റെ പരിശോധന നടന്നു. മിഥില ബാലൻ കൂടുതൽ വിവരങ്ങളുമായുണ്ട്. മിഥില, വടക്കൻ കേരളത്തിലേക്കാണ് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ എത്തിച്ചിട്ടുള്ളത് എന്ന വിവരമൊക്കെ രാവിലെ വന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങൾ എന്താണ്? വ്യവസായികളുടെ വസതികൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി. 11 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ 2 ജില്ലകളിൽ നിന്നുമായി വന്നല്ലോ. അനുജ, തീർച്ചയായും മലബാറിലും വ്യാപകമായ പരിശോധനയാണ് നടന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 7 ഇടങ്ങളിലാണ് ഈ 2 ജില്ലകളിലുമായി പരിശോധന നടന്നത്. കോഴിക്കോട് 3 ഇടങ്ങളിൽ, കോഴിക്കോട് നഗരത്തിൽ തൊണ്ടയാട് 1, ഒപ്പം തന്നെ മുക്കത്ത് 2. തൊണ്ടയാട് നടത്തിയ ഒരു പരിശോധനയിലാണ് നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു കാര്യം എന്നത് അവിടെ നിന്നും ഒരു വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ വാഹനം അവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് പിന്നീടായിരിക്കും ഇതിൻ്റെ മറ്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുക എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. മറ്റൊന്ന് ഈ മലപ്പുറത്താണ് മറ്റിടങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. 7
സ്ഥലങ്ങളിൽ, അതായത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 7 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. 4 ഷോറൂമുകളാണ്, ഒപ്പം തന്നെ 3 വീടുകളാണ്. ഈ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഈ വാഹനങ്ങളെല്ലാം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടുത്തെ കസ്റ്റംസിലായിരിക്കും ഇത് സൂക്ഷിക്കുക. തുടർ പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവിടെയായിരിക്കും നടത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വ്യാപകമായ പരിശോധന എറണാകുളത്തിന് സമാനമായ രീതിയിൽ മലബാറിലെ ജില്ലകളിൽ നടന്നു. കൂടുതലായി നടന്നത് കോഴിക്കോടും മലപ്പുറത്തുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.